വെൽക്കം ബാക്ക്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാമ്പിൾ സൈസ് എസ്റ്റിമേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എസ്റ്റിമേഷൻ്റെ തിയറിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് പോപ്പുലേഷൻ മീൻ ക്യാപിറ്റൽ വൈ ബാർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ മീൻ വൈ ബാർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. പോപ്പുലേഷൻ മീൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ബാർ ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ബാർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേരിയൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. വേരിയൻസ് ഓഫ് സ്മോൾ വൈ ബാർ that is equal to n minus n by n into n into capital S square അല്ലെങ്കിൽ 1 minus f into capital S square by small n അത് കണ്ടു. പിന്നെ അതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നു ഒക്കെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇതിലൊക്കെ തന്നെ ഈ സർവേക്ക് മുമ്പ് നമ്മൾ നടത്തേണ്ട ഒരു മുന്നൊരുക്കമുണ്ട്. അതായത് ഈ സാമ്പിൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. പക്ഷേ സാമ്പിൾ എടുക്കുമ്പോൾ സാമ്പിൾ സൈസ് എന്തായിരിക്കണം എന്ന് നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ സത്യത്തിൽ ഈ എസ്റ്റിമേഷൻ പ്രൊസീജിയറിന് മുമ്പ് തന്നെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഹാസ് ടു ആൻസർ ഇൻ പ്ലാനിങ് എ സാമ്പിൾ സർവേ ഈസ് അബൌട്ട് ദി സൈസ് ഓഫ് ദി സാമ്പിൾ റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദി പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമുക്ക് ഇഫ് യു റിക്വയർ ഹൈ പ്രിസിഷൻ ഇൻ യുവർ എസ്റ്റിമേറ്റ്, naturally you will require big samples, and if the precision required is small, then naturally the sample size will be small. Okay, അപ്പോൾ ഈ പ്രിസിഷനുമായിട്ട്, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഹൗ അക്യുറേറ്റ് ദ എസ്റ്റിമേറ്റ് ഷുഡ് ബി, ഇതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. എത്ര കൃത്യത നമ്മുടെ എസ്റ്റിമേഷനിൽ വേണം. അപ്പോൾ കൃത്യത, നമുക്ക് ആവശ്യമുള്ള കൃത്യത, അതിനെ നമ്മൾ സ്പെസിഫൈഡ് പ്രിസിഷൻ എന്നാണ് പറയുക. ഓക്കെ, സോ വിത്ത് എ സ്പെസിഫൈഡ് പ്രിസിഷൻ, ഇഫ് മച്ച് പ്രിസൈസ് എസ്റ്റിമേറ്റ് ഈസ് റിക്വയർഡ്, ദെൻ യു റിക്വയർ ബിഗ് സാമ്പിൾസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഈ പ്രിസിഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ സാമ്പിൾ സൈസ് എത്ര എന്നുള്ള തീരുമാനം. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഐ സേ ദാറ്റ് ദി സാമ്പിൾ സൈസ് should be estimated with a specified precision. ഓക്കെ, അപ്പോൾ ഈ പ്രിസിഷൻ രണ്ട് തരത്തിൽ നമുക്ക് പറയാവുന്നതാണ്. രണ്ട് തരം മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, സപ്പോസ് ദ പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ ഇൻ ദി എസ്റ്റിമേഷൻ ഈസ് സ്പെസിഫൈഡ്. ദാറ്റ് ഈസ് ദ കേസ് 1. വെൻ പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ സ്പെസിഫൈഡ്. എങ്ങനെയാണ് പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ സ്പെസിഫൈ ചെയ്യുന്നത്? നോക്കൂ, ഇവിടെ ഇതാണ് മാർജിൻ റിക്വയർഡ് എന്ന് വിചാരിക്കുക. അതായത് എപ്സൈലൺ ടൈംസ് ക്യാപിറ്റൽ വൈ ബാർ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ വൈ ബാർ ആണ്. അതായത് പോപ്പുലേഷൻ മീനാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ വൈ ബാറിൻ്റെ ഒരു പോർഷൻ നമുക്ക് ക്യാപിറ്റൽ വൈ ബാർ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ക്യാപിറ്റൽ വൈ ബാറിൻ്റെ ഒരു 3% ആണ് നമ്മൾ എറർ സ്പെസിഫൈഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, 3%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എപ്സൈലൺ എന്ന് പറയുന്നത് 0.03 ആണ് വരിക. നോക്കൂ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എപ്സൈലൺ വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എപ്സൈലൺ ഈസ് സേ 3%, that means epsilon is equal to 0.03, then the specified margin is 0.03 times the true value of the parameter. അപ്പോൾ ഇത് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്യാപിറ്റൽ വൈ ബാർ, അതായത് ട്രൂ വാല്യൂവിൻ്റെ 0.03 ടൈംസ് ആണ് നമ്മുടെ സ്പെസിഫൈഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോസ് വി ആർ ഗോയിങ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ മീൻ ക്യാപിറ്റൽ വൈ ബാർ. സോ യു ക്യാൻ ഹാവ് എ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്: probability that absolute value of the difference small y bar and capital Y bar
greater than or equal to the permissible margin of error is equal to alpha. What is alpha? What is alpha? Alpha is usually a very small probability. For example, 0.05. Alpha is equal to 0.05. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? What does this statement means? This statement means that the absolute difference is bigger than, greater than or equal to the permissible margin of error has a very small probability. തിരിച്ചു പറയുകയാണെങ്കിലോ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു നോക്കൂ. വാട്ട് ഈസ് ദ കോംപ്ലിമെൻ്റ് ഓഫ് ദിസ്? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് y bar minus capital Y bar less than epsilon capital Y bar is equal to 1 minus alpha. അപ്പോൾ ഈ വിത്ത് കോൺഫിഡൻസ് 1 minus alpha which is very high, the difference, absolute difference between the estimator and the parameter is very small, that is less than epsilon Y bar. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒന്ന് പെർമിസിബിൾ മാർജിൻ ഓഫ് എററും അതുപോലെ ദ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ് 1 minus alpha. Okay, no problem. It is alpha. It is same as probability that modulus y bar minus capital Y bar is less than epsilon Y bar is equal to 1 minus alpha. So this is to be specified. Okay, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കറിയണം. ഒന്ന് നമ്മുടെ എപ്സൈലൺ എത്ര എന്നറിയണം, അതായത് ക്യാപിറ്റൽ വൈ ബാറിൻ്റെ എത്ര ടൈംസ് ആണ് നമ്മൾ പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ എന്നറിയണം. അതേപോലെ തന്നെ അൽഫ ഓർ 1 minus alpha, ദ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്, ഇത് രണ്ട് കാര്യങ്ങളും നമുക്കറിയണം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കിനി പ്രൊസീഡ് ചെയ്യാം. ഇത് വെച്ചിട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? ഞാൻ ഈ തിയറത്ത് പറയുന്നുണ്ട്. ആ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ സംഗതി തന്നെ നമുക്ക് മറ്റൊരു രീതി പറയാം. The same is the case when we wish to control the relative error epsilon in the estimated population total or mean. Population mean ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. That is, with y bar we need to know the sample size small n, so that probability that absolute value between y bar minus capital Y bar divided by capital Y bar greater than or equal to epsilon, that is equal to alpha. ഇവിടെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എത്താം. ഓക്കെ, കാര്യം ക്യാപിറ്റൽ വൈ ബാർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇസ് സ്മോൾ വൈ ബാർ മൈനസ് ക്യാപിറ്റൽ വൈ ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സൈലൺ വൈ ബാർ. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ ആണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ റിലേറ്റീവ് എററാണ് സ്പെസിഫൈ ചെയ്യുന്നത്. രണ്ടായാലും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സാമ്പിൾ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാം. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന റിസൾട്ട്, under the above conditions an estimate of the sample size is small n equal to n naught divided by 1 plus n naught by n, where n naught is equal to z alpha by 2 square into s square divided by epsilon square into y bar square. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് സാമ്പിൾ സൈസ് കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് എന്തെല്ലാം നോക്കുക, റൈറ്റ് സൈഡിൽ എന്തെല്ലാം ഉള്ളത് നോക്കുക. ഇവിടെ ഒന്ന് ഇസഡ് ആൽഫ ബൈ 2 സ്ക്വയർ, പിന്നെ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സൈലൺ സ്ക്വയർ ഇൻറ്റു വൈ ബാർ സ്ക്വയർ. ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ n ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ n എന്തിൻ്റെ ടേംസിലാണ് വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ എസ് സ്ക്വയറിൻ്റെയും വൈ ബാറിൻ്റെയും ടേംസിലാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും അൺനോൺ ആണ്. ഓക്കെ, ഇത് രണ്ടും അൺനോൺ ആണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട്. ഇത് പരിഹരിക്കാൻ രണ്ട് തരത്തിൽ നമുക്ക് ഇത് പരിഹരിക്കാം.
ഓക്കെ, ഇവിടെ ഈ എപ്സൈലൺ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആണ്. ആൽഫ അറിയാമെങ്കിൽ ഇസഡ് സ്ക്വയർ ആൽഫ ബൈ ടു നമുക്കറിയാം. എന്താണ് ഇസഡ് ആൽഫ ബൈ ടു സ്ക്വയർ എന്ന് പറയുന്നത്? ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ഡീവിയേറ്റ് കറസ്പോണ്ടിങ് ടു ദി പ്രോബബിലിറ്റി ആൽഫ ബൈ ടു ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഈ ആൽഫ അറിയാമെങ്കിൽ നമുക്ക് ഇസഡ് ആൽഫ ബൈ ടുൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ച് കണ്ടെത്താം. അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇവിടെ ഈ എപ്സൈലൺ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എക്സ്ട്രാ വേണ്ടത് എസ് സ്ക്വയറും വൈ ബാർ സ്ക്വയറും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യും. വൺസ് ദിസ് ഈസ് പ്രൂവ്ഡ്, വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഈ ക്വാണ്ടിറ്റി എസ് ബൈ വൈ ബാർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് ഇവിടെ ഉള്ള ഈ എസ് സ്ക്വയർ ബൈ വൈ ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് ബൈ വൈ ബാറിൻ്റെ സ്ക്വയർ ആണ്. ഈ ക്വാണ്ടിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് യു ക്യാൻ സീ ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി ഈസ് നത്തിങ് ബട്ട് എ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു മീൻ ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ ഇറ്റ് ഈസ് എ വെൽ നോൺ ക്വാണ്ടിറ്റി കോൾഡ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഈ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഒരു പ്രത്യേകത ഉള്ളത്, ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് എ സ്റ്റാബിൾ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഓക്കെ, ആൻഡ് സിമിലർലി വിത്ത് റെസ്പെക്ട് ടു എ ക്യാരക്ടറിസ്റ്റിക് അണ്ടർ സ്റ്റഡി. Any characteristic under study for the population that S by capital Y bar or the coefficient of variation will be a stable quantity. അത് സ്റ്റേബിൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇതേ പോപ്പുലേഷനിൽ മുമ്പ് നടത്തിയ ഏതെങ്കിലും സർവേയുടെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഈ ക്യാപിറ്റൽ എസ് ബൈ വൈ ബാറിൻ്റെ വാല്യൂ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. If capital S by Y bar is having an approximate value which is known to you, then that known value can be substituted here and you can find n naught, and using that n naught you can find the value of n. അപ്പോൾ n-ൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആ n-ൻ്റെ വാല്യൂ കണ്ടെത്തുന്നതിനെയാണ് സാമ്പിൾ സൈസ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ 1 മൈനസ് ആൽഫ അല്ലെങ്കിൽ ആൽഫ സ്പെസിഫൈ ചെയ്യണം. 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ദ കോൺഫിഡൻസ് വിത്ത് വിച്ച് സച്ച് എൻ എറർ, പെർമിറ്റഡ് എറർ ഈസ് അഷ്യൂർഡ്. അതാണ് ഈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത്. എപ്സൈലൺ എന്ന് പറയുന്നത് ദ പോർഷൻ ഓഫ് ദ ട്രൂ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ പെർമിറ്റഡ്, ഓക്കെ, ഇൻ ദി എറർ. ഇതാണ് ഈ 2 വാല്യൂസ്, എപ്സൈലണും അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും. ഈ 2 ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്മോൾ എൻ നോട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഈ എസ് ബൈ ക്യാപിറ്റൽ വൈ ബാറിന് ഒരു പ്രീവിയസ് സ്റ്റഡി വെച്ചിട്ട് നമുക്കതിൻ്റെ വാല്യൂ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ റിസൾട്ട് ആയിരിക്കും അത്. എസ് ബൈ ക്യാപിറ്റൽ വൈ ബാർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ആ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ എൻ നോട്ട് കമ്പ്യൂട്ട് ചെയ്യാം. അതിലൂടെ നമുക്ക് സ്മോൾ എൻ സാമ്പിൾ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഒരു മെത്തേഡ്. പിന്നെ ഈ മറ്റൊരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ഇവിടെ ഈ റിമാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ എൻ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. വൈ ഇവിടെ ഈ സ്മോൾ എൻ്റെ ഫോർമുല നോക്കുക. ദാറ്റ് ഫോർമുല ഹാസ് n equal to n naught divided by 1 plus n naught by capital N ആണ്. Assume that capital N is very large എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വലിയ പോപ്പുലേഷൻ ആണെന്ന് അർത്ഥം. ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻ നോട്ട് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. എൻ നോട്ട് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 if capital N is very large. So what is n? So n is equal to n naught. Okay, so actually n equal to n naught is a first approximation. N equal to n naught is a first approximation. That is what I have written here.
And if you can take then as a second approximation, if you know the value of capital N, you can take the second approximation as n is equal to n naught divided by 1 plus n naught by n. Okay, I hope you follow the steps which I have discussed here, and the only thing we left is the proof of the theorem. Okay, proof of this theorem. Okay, now we come to another technique of finding the or estimating the sample size. ഇത് ഒരു ഡിസിഷൻ തിയററ്റിക് അപ്രോച്ചാണ്. കുറെ കൂടി നേരത്തേതിനേക്കാൾ, അതായത് ഒന്നാമത്തെ മെത്തേഡിനേക്കാൾ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത്തെ മെത്തേഡിൽ ആകെ നമുക്ക് വേണ്ടത്, നമുക്ക് ഈ എപ്സൈലൺ എന്ന് പറയുന്ന പെർമിസിബിൾ മാർജിൻ ഓഫ് എറർ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള എത്രമാത്രം കോൺഫിഡൻസിലാണ് നമ്മളിത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഹൈ കോൺഫിഡൻസിലാണെങ്കിൽ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഓക്കെ, ഏതായാലും എപ്സൈലണും അതുപോലെ ആൽഫയും അറിയാമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുറെ കൂടി സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് the approach in that method is called decision theoretic approach. And you see what is happening in this approach. And actually this is a very logical approach to determine the sample size. Okay, we suppose that we are able to calculate in monetary terms the loss L of Z, loss incurred in the estimation. What is Z? Z is the error of estimation. ഇത് കുറെ കൂടി വിശദമായിട്ട് നമ്മൾ ഒരു എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താഴെ. അപ്പോൾ നമുക്കത് കുറെ കൂടി വ്യക്തമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്യാപിറ്റൽ വൈ ബാർ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയററ്റിക്കലി നമുക്കറിയാം സാമ്പിൾ മീൻ സ്മോൾ വൈ ബാർ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എസ്റ്റിമേറ്റർ എന്നറിയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എറർ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് വൈ ബാറും ക്യാപിറ്റൽ വൈ ബാറും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എറർ. ഓക്കെ, ഈ എററിനെയാണ് നമ്മൾ Z എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീൻ എസ്റ്റിമേഷനിൽ എറർ എന്ന് പറയുന്നത് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എസ്റ്റിമേറ്റർ ആൻഡ് പാരാമീറ്റർ. ഓക്കെ, ഈ എററിൻ്റെ ഒരു ഫങ്ഷനാണ് L ഓഫ് Z എന്ന് പറയുന്നത്. ഓക്കെ, ആ എററിൻ്റെ ഫങ്ഷൻ, ആ ഫങ്ഷനെയാണ് നമ്മൾ ലോസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോസ് ഫങ്ഷൻ L ഓഫ് Z. ഇനി L ഓഫ് Z എന്ന് പറയുന്നത് അത് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ലോസ് ഫംഗ്ഷന് പകരം നമ്മൾ എക്സ്പെക്റ്റഡ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്റ്റഡ് ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ L ഓഫ് Z എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയണം. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഇതാണെന്ന് വിചാരിക്കുക, F ഓഫ് ZN. തീർച്ചയായിട്ടും ഈ ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഈ നമ്മൾ എറർ എന്ന് പറയുന്നത് എസ്റ്റിമേറ്ററും പാരാമീറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസം തീർച്ചയായിട്ടും സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഈ L ഓഫ് Z എന്ന് പറയുന്ന ലോസ് ഫംഗ്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഥവാ അതിൻ്റെ ഡെൻസിറ്റി Z-നെ മാത്രമല്ല സാമ്പിൾ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, so this is the probability density function or probability distribution of the loss function. Okay, so we can find the loss function in terms of the sample size n. Actually it is the expected loss. കറക്റ്റ് ലോസ് നമുക്കറിയില്ല, അത് റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാവുന്നത് അതിൻ്റെ എക്സ്പെക്റ്റഡ് ലോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് എക്സ്പെക്റ്റഡ് ലോസ് ഈസ് ഡിനോട്ടഡ് ബൈ L ഓഫ് N
and by usual definition of the expectation, you are taking integral over z L of z into its density. ഇത് ഏതൊരു എക്സ്പെക്ടേഷൻ്റെയും ഡെഫിനിഷനാണ്. ഇവിടെ എൽ ഓഫ് ഇസഡിൻ്റെ ഡെൻസിറ്റിയാണ് എക്സ്പെക്ടേഷനാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അതിന് ഇൻ്റഗ്രൽ എൽ ഓഫ് ഇസഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എൽ ഓഫ് ഇസഡ് ഡി സെറ്റ്. ഓക്കെ, now this approach is only theoretical. This approach is theoretical, and we see that this is the expected loss. അപ്പോൾ സാമ്പിൾ സൈസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പെക്റ്റഡ് ലോസ് മിനിമൈസ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ലോസ് മിനിമൈസ് ചെയ്യണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസ് മാത്രം എടുത്തിട്ടല്ല നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സർവേയിൽ വരുന്ന കോസ്റ്റ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഈ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ദ സർവേ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സൈസ് കൂടുന്തോറും കോസ്റ്റ് കൂടും, സ്വാഭാവികമാണ്. എന്താണ് സാമ്പിൾ സൈസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യൂണിറ്റിനെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് യൂണിറ്റിനെ എന്യൂമറേറ്റ് ചെയ്യുമ്പോൾ ആ സർവേയുടെ കോസ്റ്റും വർദ്ധിക്കും. ഓക്കെ, ആ കോസ്റ്റ് എന്ന് പറയുന്നത് സി ഓഫ് എൻ ആണെന്ന് വിചാരിക്കാം. ആ കോസ്റ്റിന് ചില സ്പെസിഫിക് ഫോംസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ സി ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ടേംസ് ഓഫ് ദി ലോസ് ആസ് വെൽ ആസ് ദി കോസ്റ്റ് ഓഫ് ദ സർവേ. ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും സി ഓഫ് എൻ പ്ലസ് എൽ ഓഫ് എൻ, where C of n is the cost of the survey and L of n is the expected loss of the survey, and both of these are in terms of sample size. That is quite natural, and our intention is to minimize this total cost, which is equal to C of n plus L of n. Okay, this is the approach. That is, we have to determine small n in such a way that C of n plus L of n is a minimum. This approach is called decision theoretic approach. Okay, and I can illustrate this by means of a very simple example. You come to this example. Now you see, in this example, suppose the procedure is to estimate capital Y bar population mean using sample mean small y bar. Okay, usually. So what is the error? Error is Z equal to Y bar minus capital Y bar. കാര്യം എസ്റ്റിമേറ്റും പാരാമീറ്ററും എസ്റ്റിമേറ്ററും തമ്മിലുള്ള വ്യത്യാസം, അതാണല്ലോ എറർ. അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് L of Z എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് ടൈംസ് ദി എറർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അതായത് ലോസ് ഫംഗ്ഷന് നമ്മൾ ഒരു പ്രത്യേക ഫോം കൊടുക്കുകയാണ്. ആ ഫോം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടൈംസ് സ്ക്വയർ ഓഫ് ദി എറർ ഇസെഡ്, വെർ ഇസെഡ് ഈസ് ഈക്വൽ ടു വൈ ബാർ മൈനസ് ക്യാപിറ്റൽ വൈ ബാർ. അപ്പം നമുക്കിവിടെ ലോസ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റഡ് ലോസ് വേണം, അതായത് എൽ ഓഫ് എൻ. സിൻസ് എൽ ഓഫ് ഇസെഡ് ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ഇസെഡ് സ്ക്വയർ, L of n is equal to expected value of lambda into z square, that is equal to lambda into expected value of z square. That is, L of n is equal to lambda into expected value of y bar minus capital Y bar square, that is equal to lambda into variance of y bar, and you know variance of y bar is equal to 1 by n minus 1 by capital N into s square. Therefore, multiplying this variance by lambda, you will get this lambda into s square divided by n minus lambda into s square divided by capital N. ഇതാണ് എക്സ്പെക്റ്റഡ് ലോസ് L of n എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വേരിയൻസ് 1 by n minus 1 by capital N into s square ആവാനുള്ള കാരണം.
ഓക്കെ. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഇത് മാറും. ഓക്കെ, ഈ എക്സാമ്പിളിൽ ഇനി ഇതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. ഇതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി ഓഫ് എൻ ഈസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൺ എൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഈ കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഇത് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമായ കോസ്റ്റ് ഫംഗ്ഷനാണ്. സി നോട്ട് എന്ന് പറയുന്നത് ഒരു ഓവറോൾ കോസ്റ്റാണ്. അതായത് ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്കതിന് ഒരു ഓവറോൾ കോസ്റ്റ് ഉണ്ടാവും. എന്താണ് ഓവറോൾ കോസ്റ്റ്? ഓവറോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എന്യൂമറേറ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേഷനറി ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്, പിന്നെ അതിന് പ്ലാൻ ചെയ്യാനുള്ള മറ്റ് കോസ്റ്റുകളെല്ലാം കൂടി ചേരുന്ന കോസ്റ്റാണ് ഈ സി നോട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുന്നത് സ്മോൾ എൻ യൂണിറ്റ്സിനെയാണല്ലോ നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്യൂമറേഷൻ കോസ്റ്റ് ഉണ്ടാവും. അത് C1 ഇൻറ്റു എൻ ആണ്, വേർ C1 ഈസ് ദ എന്യൂമറേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ സ്മോൾ എൻ യൂണിറ്റ്സിനെ എന്യൂമറേറ്റ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് C1 ഇൻറ്റു എന്നും ഓവറോൾ കോസ്റ്റ് സി നോട്ടും ആണെങ്കിൽ ഈ കോസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് C1 ഇൻറ്റു എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന് എക്സ്പെക്റ്റഡ് ലോസ് കിട്ടി, അതുപോലെ കോസ്റ്റും കിട്ടി. ഇനി ഇതിനെ ആഡ് ചെയ്യണം, എൽ ഓഫ് എൻ പ്ലസ് സി ഓഫ് എൻ. അങ്ങനെ ആഡ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് ലാംഡ ഇൻറ്റു എസ് സ്ക്വയർ ബൈ C1 ആയിരിക്കണം. അത് നമ്മൾ പ്രൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ദി തിയറം 5. അണ്ടർ ദി എബോവ് കണ്ടീഷൻ an estimate of the sample size n is given by n into root of lambda into s square by C1. ഇവിടെയും നമ്മുടെ പ്രശ്നമുണ്ട്. n തരുന്നത് ക്യാപിറ്റൽ എസ് സ്ക്വയറിൻ്റെ ടേംസിലാണ്, പക്ഷേ ക്യാപിറ്റൽ എസ് സ്ക്വയർ അൺനോൺ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എസ് സ്ക്വയർ അൺനോൺ ആയതുകൊണ്ട് എസ് സ്ക്വയറിന് പകരം നമുക്ക് ഒരു സ്മോൾ സ്കെയിൽ സർവേ നടത്തുക, ഒരു പൈലറ്റ് സർവേ നടത്തുക. ഓക്കെ, ഈ എസ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് അൺനോൺ വാല്യൂ ആണല്ലോ. അപ്പോൾ എസ് സ്ക്വയർ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഈ എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ എസ് സ്ക്വയറിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാല്യൂ കിട്ടണം. അത് നമ്മുടെ സാമ്പിള് എടുത്തതിന് ശേഷം സർവേക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റ് സ്മോൾ സ്ക്വയർ പോരാ. കാരണം നമ്മൾ സർവേ നടത്തുന്നതിന് മുമ്പുള്ളൊരു പ്രൊസീജിയറാണിത്. നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണെന്ന് നമ്മൾ സർവേ നടത്തുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിന് പകരം നമുക്ക് ഒരു ഊഹം, ഒരു ഗസ് ഉപയോഗിക്കാം. ഈ ഗസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഗസ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ പോപ്പുലേഷൻ്റെ എസ് സ്ക്വയറിനെ കുറിച്ചുള്ള പ്രീവിയസ് നോളജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സർവേ സ്റ്റെപ്സിനെ കുറിച്ച്, പ്രിൻസിപ്പൽ സ്റ്റെപ്സ് ഇൻ സ്റ്റാൻഡേർഡ് സർവേസ്. അതിൽ പൈലറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന ഒരു സർവേയാണ്. അങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ നമുക്ക് ഈ എസ് സ്ക്വയറിനെ പൈലറ്റ് സർവേയിലൂടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് എസ് സ്ക്വയറിന് പകരമായിട്ട് നമ്മൾ ഈ ഫോർമുലയിൽ ഉപയോഗിക്കുക. അങ്ങനെ ആ ഊഹം അല്ലെങ്കിൽ ആ ഒരു പൈലറ്റ് സർവേയിൽ നിന്ന് കിട്ടുന്ന ഒരു എസ്റ്റിമേറ്റ്, അതൊരു റഫ് എസ്റ്റിമേറ്റ് ആണ്. ആ റഫ് എസ്റ്റിമേറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന റൂട്ട് ഓഫ് ലാംഡ ഇൻറ്റു ദാറ്റ് റഫ് എസ്റ്റിമേറ്റ് ഓഫ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 ആയിരിക്കും സ്മോൾ എന്നിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സൈസ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിലുള്ള എക്സാമ്പിളാണ്. ഇതേപോലെ തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഇനി വിത്ത് റീപ്ലേസ്മെൻറ്റിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല ഈ തിയറം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, all these things I will explain in another video. Okay, thank you.